ഒരു എസ് ഇടുകയാണ്. ആ എസ്സയുടെ അകത്തുനിന്ന് അത് വായിച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് 10 പോയിന്റ് എനിക്ക് ടൈപ്പ് ചെയ്തിടുക. നമുക്ക് സമയം 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് ഇത് പ്രാക്ടീസ് ചെയ്യാൻ എന്താ വെച്ചാൽ നമുക്ക് എക്സാം ഹാളില് അപ്പൊ ഇത് എന്താ നമുക്ക് ആ സ്പീഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഗ്രാഫാണ് ഇട്ടേക്കുന്നത്. വായിച്ച് സ്റ്റാർട്ട് ചെയ്തോ. എന്നിട്ട് ഇപ്പൊ സമയം ഞാൻ സമയം നോക്കിയ 5 മിനിറ്റ് സമയം തരാം. 10 പോയിന്റ് ടൈപ്പ് ചെയ്ത് പോട്ടെ കേട്ടോ. അല്ല ഞാൻ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര പാടാ. കേട്ടില്ലേ? ഞാൻ കേട്ടു സമയം സാറല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. സാറ് ബുക്കിൽ ചെയ്ത് വാട്സാപ്പിലിടാ. എന്നാലും മതി, കുഴപ്പമില്ല. എന്നാലും മതി. ക്ലാസ് എഴുതി കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ഇട്ടാൽ മതി. ഇപ്പൊ ഇടാം. കാര്യം പഠിക്കണം, നീ അപ്പുറം പൊക്കോ കേട്ടോ. ബൈ. ഓക്കെ.
അവിടെ പോയിരുന്നു. ഓക്കെ, നിർത്തിക്കോ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിന്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ തന്നോട്ടോ, നോക്കാൻ വേണ്ടിയിട്ടാണേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്പീഡ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ ഈ ഗ്രാഫ് വായിക്കാം. ഞാൻ വായിച്ച പോലെയാണോ, ഞാൻ കണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കുക കേട്ടോ. ഓക്കെ, the graph shows below the amount of the crude oil exported by Russia from January to December 2003. ജാനുവരി മുതൽ ഡിസംബർ വരെ 2003 12 മാസത്തെ ആണ് ക്രൂഡ് ഓയിൽ എക്സ്പോർട്ടിനെ പറ്റി പറഞ്ഞത്. കൊള്ളാം. സമ്മറൈസ് ദ ഇൻഫർമേഷൻ. ജോലി എന്ന് പറയണ്ടേ, ഇൻഫർമേഷൻ സമ്മറൈസ് ചെയ്യുക. എങ്ങനെയുണ്ട്? ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം ആൻഡ് റിപ്പോർട്ടിംഗ് ദ മെയിൻ ഫീച്ചേഴ്സ്. മെയിൻ ഫീച്ചേഴ്സ് റിപ്പോർട്ട് ചെയ്യണം ആൻഡ് മേക്ക് കമ്പാരിസൺസ് വേർ റിലവന്റ്. കമ്പാരിസൺ ചെയ്യുകയും ചെയ്യാൻ വേണം. ഒരു 10 പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ടായിരുന്നു. റൈറ്റ് അറ്റ്ലീസ്റ്റ് 150 words in 20 minutes. The amount of the crude oil exported from Russia in 2003. The amount of the crude oil. Crude oil amount exported from Russia 2003. Okay. ഒരു ലൈൻ ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വർഷത്തെ പറയാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെ 12 മാസത്തെ കൊടുത്തിട്ടുണ്ട്. അടിയില് മില്യൺസ് ഓഫ് ബാരൽസ്, എത്ര ബാരൽ വെച്ചാണ് കൊടുത്തിരുന്നത്. അപ്പൊ 50 to 450 ബാരൽ വരെ കൊടുക്കുന്നത്. ഈ 250 എന്ന് പറയണത് ഓക്കെ, ഇത് ഇവിടുത്തെ പോയിന്റുകളാണ്. അതായത് ബ്രേക്ക് ആയിട്ടുള്ള പോയിന്റുകളാണ്. കുറച്ചും കൂടെ കമ്പയർ എളുപ്പത്തിൽ എഴുതി വെച്ചാണ് 250, 270, 390 കൂടി, 320 കുറഞ്ഞു, 260 വന്നു. പിന്നെ ഓക്കെ, അങ്ങനെയാണ്. ഇത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടന്നത് മാർച്ചിലാണ്, 390 മില്യൺ ബാരൽ ചെയ്തു. ഏറ്റവും കുറവ് നടന്നത് ഡിസംബറിലാണ്. ഇതിനിടയ്ക്ക് മാർച്ചിൽ ജൂലൈ വരത്തേക്ക് ഒരു ഡിക്രീസ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നങ്ങ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, പിന്നെ വീണ്ടും മുൻ വർഷത്തെ നോക്കുമ്പോ പിന്നെയും ആ സാധനം ഡിക്രീസ് ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു സ്റ്റെബിലൈസ് ആയിട്ട് പോയി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രാഫിൽ മലയാളത്തിൽ വായിച്ചു അല്ലേ? റൈറ്റ്. അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. The line chart presents information about the volume of the crude oil exported from Russia in months January to December 2003. 12 മാസത്തേതാണ്. അപ്പോൾ the graph below amount of the crude exported by Russia from January 2000 to December 2003. ആ സാധനം തന്നെ വേറെ രീതിയിലൂടെ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ? ഓക്കെ, it can be clearly seen that export followed by some erratic trend during this period. In January, it started from past tense from 250 barren and rose past tense gradually up to February. Then it surged past tense ആണ് dramatically അഡ്വർബ് ഉപയോഗിച്ചിരിക്കുകയാണ് to peak level 400 billion barrel followed by a steep decline. നമ്മൾ ഡിക്ലൈൻ കണ്ടിരുന്നു അല്ലേ? hitting the bottom of at the above 180 billion barrel next year.
Next, it leaped again to the starting point, just above 250 billion barrel against. In September, export had mild drop barrel and stabilized at approximately 250 barrel. The following months till December 2003. Overall, the crude oil export from Russia in 2003 underwent a wild fluctuation, end up in a stabilization at the end of the period. നമുക്ക് അടുത്ത എഴുതാം. ഈ ടേബിൾ ചാർട്ട് എഴുതിക്കേ, വായിച്ചു നോക്കിയ 5 മിനിറ്റ് സമയം തരാം.
Okay, നമുക്ക് ഫിനിഷ് ചെയ്യാം. നോക്കുക. The table below shows information about the new metro rail system in 7 cities. 7 സിറ്റിയിലുള്ള മെട്രോ റെയിൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. Summarize the information by selecting and reporting the main features. Make comparisons where relevant. Summarize information by selecting and reporting. Selecting and reporting the main features. Make comparison where relevant. ഏതൊക്കെ 7 സിറ്റി കൊടുത്തു നോക്കിയേ? ലണ്ടൻ, ന്യൂയോർക്ക്, മോസ്കോ, ബെർലിൻ, ടോക്കിയോ, സിംഗപ്പൂർ, ലോസ് ആഞ്ചലസ്. ഓക്കെ. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇത് അൺബിലീവബിൾ ആണല്ലേ. 1865 ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയെന്ന്. ഞാൻ പറഞ്ഞ ഇപ്പൊ അതിലെ പോകുമ്പോ ഇതൊന്നും ഫീൽ ചെയ്താൽ, കാരണം 1865 അവർക്ക് ടെക്നോളജി ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ന്യൂയോർക്കില് അത് കഴിഞ്ഞിട്ടുണ്ടാക്കി, മോസ്കോയിൽ അത് കഴിഞ്ഞിട്ടുണ്ടാക്കി, ബെർലിനിൽ അത് കഴിഞ്ഞിട്ടുണ്ടാക്കി, ടോക്കിയോ അത് കഴിഞ്ഞിട്ടുണ്ടാക്കി, സിംഗപ്പൂർ അത് കഴിഞ്ഞിട്ടുണ്ടാക്കി, ന്യൂയോർക്ക് ഉണ്ടാക്കി. ലൈൻ ലെങ്ത് ഇൻ കിലോമീറ്റേഴ്സ് 385 കിലോമീറ്റർ ആണ് ദൂരം. ഐ കാൻ ബിലീവ് ദാറ്റ് അല്ലേ. 380 കിലോമീറ്റർ ദൂരം ഉണ്ട് രണ്ട് അണ്ടർഗ്രൗണ്ട്. കൊള്ളാം. 245 കിലോമീറ്റർ ദൂരമുണ്ട്, 360 കിലോമീറ്റർ ദൂരമുണ്ട്, 170. സിംഗപ്പൂർ 42 കിലോമീറ്റർ ഉള്ളൂ, 67 കിലോമീറ്റർ ഉള്ളൂ. പാസഞ്ചേഴ്സ് പെർ ഇയർ 850 മില്യൺ ആൾക്കാരാണ് ഒരു വർഷം ആയത് കടന്നു പോണേ. ന്യൂയോർക്കാണ് 1250, മോസ്കോയിൽ ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടോക്കിയോ അത് കഴിഞ്ഞിട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്ക് വന്നേക്കണേ. ഓക്കെ, സംഭവം ഒരു ടേബിൾ ആണ്. നമുക്ക് 3 കാര്യങ്ങൾ മൂന്നായിട്ട് മെയിൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 മെയിൻ കാര്യങ്ങൾ എന്താ വന്നേക്കണേ? ഒന്ന് സിറ്റി ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ഇയർ സ്റ്റാർട്ട് ചെയ്ത ഇയർ പറഞ്ഞിട്ടുണ്ട്, 3 ലെങ്ത് ഓഫ് കിലോമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പാസഞ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കമ്പാരിസന് പോകുമ്പോൾ നമുക്ക് ഏത് കിലോമീറ്റേഴ്സ് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെ? പാസഞ്ചേഴ്സിന്റെ ഇയറും കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ഥലങ്ങളും ഉണ്ട്, തുടങ്ങിയ വർഷമുണ്ട്. വായിച്ചു നോക്കാം. The table chart provides data about a metro railway system in 7 cities. It can be clearly seen that the number of the passengers carried out per year does not depend on the length or year established in the metro. The oldest underground railway system established in London in 1895, followed by New York and Moscow. കണ്ടോ? വർഷത്തിനെ അവര് എഴുതിയാൽ ശ്രദ്ധിച്ചു നോക്കി. ആ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷത്തിനെ ഫോളോഡ് ബൈ, ഒറ്റ വാക്കുകൊണ്ടാണ് ആ സാധനത്തിന്റെ 2 കാര്യങ്ങൾ പറഞ്ഞത്. ലോസ് ആഞ്ചലസ് മെട്രോ വാസ് ലേറ്റസ്റ്റ് വൺ കൺസ്ട്രക്ഷൻ 1990. ഓക്കെ. വേർ ഇൻ ബെർലിൻ, ടോക്കിയോ, സിംഗപ്പൂർ preceded it, which built in 1934, 1954, 1963 respectively. The longest railway stage system in London is represent 385 kilometers, followed by Moscow, New York, acquiring 360, 245 accordingly. Acquiring. Singapore has the smallest 142 kilometers rail lines, Los Angeles, which is 66 kilometers long. Moscow Metro carries largest number of passengers per year, that stands 861 million. The Tokyo carries the second largest, 180 million. New York 1250 million. Singapore Metro smallest one. It carries more passengers million. Overall, it is clear that the metro is most crowded in its longest line. Okay, നമുക്ക് അടുത്തേക്ക് മൂവ് ചെയ്യാം. അഞ്ച് മിനിറ്റ് ആയി കേട്ടോ.
Right, okay. നമുക്ക് വായിച്ചു നോക്കാം. The chart below shows what the students in 3 different high schools London spent their money in year 2010. 2010 ലണ്ടനിലുള്ള 3 ഡിഫറെന്റ് സ്കൂളുകളിലെ സ്റ്റുഡൻസ് എങ്ങനെയാണ് പൈസ സ്പെൻഡ് ചെയ്യുന്നത്. 3 സ്കൂളിനെ കുറിച്ച് മിക്കതും പറയാൻ വേണം. ഓക്കെ, സമ്മറൈസ് ദ ഇൻഫർമേഷൻ ബൈ സെലക്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ മെയിൻ ഫീച്ചേഴ്സ്. മേക്ക് കമ്പാരിസൺ wherever relevant. ആദ്യത്തെ സ്കൂൾ എന്താ? വിക്ടോറിയ ഹൈസ്കൂൾ. ക്ലോത്തിങ്ങിന് 6%, ഫുഡിന് 20%, മ്യൂസിക്കിന് 21%, വീഡിയോ ഗെയിംസ് 25%, മൂവീസ് 29%. ബേസിക്കലി പറഞ്ഞത് മൂവീസ്, ക്ലോത്തിങ്, ഫുഡ്, മ്യൂസിക് ആൻഡ് വീഡിയോ ഗെയിംസ്. ആ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് കമ്പയർ ചെയ്തേക്കുന്നത്.
അതൊക്കെ ലിവർപൂൾ ഹൈ സ്ട്രീറ്റിൽ അത് ക്ലോത്തിങ് ഉണ്ട്, ഫുഡ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, വീഡിയോ ഗെയിംസ് ഉണ്ട്, മൂവീസ് ഉണ്ട്. ഓക്കെ. കിങ്സ്റ്റൺ ഹൈസ്കൂളിൽ ക്ലോത്തിങ് കൂടുതലാണ്, ഫുഡ് 10% ഉള്ളൂ, മ്യൂസിക് 27% ഉള്ളൂ, വീഡിയോ ഗെയിംസ് 15% ഉള്ളൂ, മൂവീസ് 8% ഉള്ളൂ. ഓക്കെ. ബേസിക്കലി ഈ 4 കാര്യങ്ങളെ കുറിച്ച് അതിൻ്റെ അകത്ത് പറഞ്ഞ 4 കാര്യങ്ങൾ ഡിവൈഡ് 1, 2, 3, 4, 5 കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കണം. ഓക്കെ. The pie chart represents comparison of spending 3 different high school students in London in 2010. It is obvious that the chart and students are the 3 high schools spend over money in different types of products differently. Okay. As can be seen, Liverpool High School students spend their money maximum on food. Liverpool High School children spend more than money in food, followed by video games and movies, whereas Victoria High School students had past tense and highest expenditure movies that accounted for 29%, followed by music 21%, food 20%. By contrast, Kingston High School students expended most on the video games, their music and clothing. The least amount of money was spent by Liverpool High School students on music, which was represented only 8%, whereas minimum value used to Victoria High School students was on clothing 6%, by Kingston High School students on movies 8%. Some of choice of expenditure in above and 3 schools vary diversely in 2010. Okay. ഒരു മാപ്പും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. നമുക്ക് തിരിച്ചു വരാം. ചെയ്തോളൂ, 5 മിനിറ്റ് സമയം എടുത്തോളൂ.
കമ്മ്യൂണിറ്റായി കഥവ് നടത്തിട്ടവാ കമ്മ്യൂണിറ്റായി കഥവ് നടത്തിട്ട് Right. Okay. We'll watch you come. The map below shows the development of the village named Sunnydale near Toronto, whose population has increased in the years of 1980 to 1998. ഇത് എന്ത് ടൈപ്പ് സെന്റൻസ് എന്ന് മനസ്സിലായോ? എന്ത് ടെൻസ് ഇത്? ഷോസ് ഏത് ടെൻസ് ആണ് ഇത്? ബാസ്കറ്റ് ബാക്കിൽ വെച്ച സെന്റൻസ് ആണ് അത്. ഓക്കെ, ശ്രദ്ധിക്കുക. Summarize the information by selecting and reporting the main features. Make comparison wherever relevant. ഒരു വില്ലേജിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കണം അല്ലേ? അപ്പോ ഓക്കെ, ദ ഡെവലപ്മെന്റ് ഓഫ് സൺഡേ വില്ലേജ് 1972 മുതൽ 1998 വരെയുള്ള കാലങ്ങളിൽ ഒരുപാട് വർഷങ്ങളുടെ കാലപ്പഴക്കം ഉണ്ട്. വെള്ളം കൊടുത്തിരിക്കുന്നത് 1872 ടു 1885 വരെയാണ്. അപ്പൊ ഇവിടെ മാത്രം ഉണ്ടാകുന്നുള്ളൂ സാധനം ഡെവലപ്പ് ഉണ്ടാകുന്നുള്ളൂ. 1886 തൊട്ട് 1932 വരെ നോക്കുമ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇതുകൊണ്ട് 1933 മുതൽ 73 കാലഘട്ടങ്ങളിൽ ഇതും ഡെവലപ്പായി. അപ്പോ അന്ന് 1, 2, 3, 4, 5 ഇത്രയും സംഭവങ്ങൾ ഡെവലപ്പായി. ഓക്കെ, 74 ടു 85 ആയപ്പോഴത്തേക്കും ഇവിടെയും കുറച്ച് സ്ഥലങ്ങൾ വന്നു, ഇവിടെയും വന്നു, മൊത്തം ഒരു ഐഡിയ കിട്ടി. മെയിൻ റോഡ്സ്, ഇപ്പൊ ഈ കറുപ്പക്ഷത്തിൽ കാണുന്നതാണ് എല്ലാം മെയിൻ റോഡ് വന്നത്. ഹൈവേ, ഇപ്പൊ ഈ പുതിയ സ്ഥലം വന്നതിന്റെ അകത്തോടെയാണ് ഈ ഹൈവേ പോണത്. റെയിൽവേ, ഇതൊക്കെ റെയിൽവേ വന്നു 1905 റെയിൽവേ വന്നു. അപ്പൊ ഈ സാധനം ഇപ്പൊ എന്നായിരിക്കും പണിത്? ഈ സാധനം പണിത പിന്നെ ആയിരിക്കുമല്ലോ റെയിൽവേ അല്ലേ വന്നത്. ഇത് 1886 1932 ഇടയ്ക്കാണ് സംഭവം പണിതത്. അത് കഴിഞ്ഞിട്ടാണ് റെയിൽവേ ലാൻഡ് ചെയ്തത്. കാരണം റെയിൽവേ എപ്പോഴും സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ റെയിൽവേ ഇരിക്കണത്. ആദ്യം ഇത്ര ഉണ്ടാവുള്ളൂ, പിന്നെ ഇത്രയായി.
പിന്നെയാണ് മുകളിലേക്കുള്ള നോർത്ത് സൈഡ്, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. അപ്പൊ നോർത്ത് സൈഡ് നോർത്ത് ഉണ്ടായ സൈഡാണ് ഏറ്റവും അവസാനം ഡെവലപ്പ് ആയത്. ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. അതിന് പതുക്കെ നോർത്ത് സൗത്തിലേക്ക് വന്നു, അവിടുന്ന് പിന്നെ ഡെവലപ്പായി, പിന്നെ അങ്ങനെ പോയി ചെയ്തത്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് വില്ലേജിന്റെ ഇത്രയും കാലഘട്ടങ്ങളിൽ ഒരുപാട് ജനറേഷൻസ് അതിൽ കടന്നുപോയി. സോ ആദ്യത്തെ ജനറേഷൻ ഇവിടെ പണിതു, രണ്ടാമത്തെ ജനറേഷൻ ഇവിടെ പണിതു, മൂന്നാമത്തെ ജനറേഷൻ ഇതും പണിതു, നാലാമത്തെ ജനറേഷൻ ഇത് പണിതു. എന്ന് ചോദ്യം തൊട്ടാ summarize information by selecting and reporting the main features. Make comparison wherever relevant. The map provides information about the development of this Sunnydale, a village near Toronto, whose population has increased steadily since 1872. നമ്മൾ കണ്ടാണ് ആദ്യം ഒന്നും ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 2, 3 വന്നു, പിന്നെ 3 വന്നു, പിന്നെ 1 വന്നു. As can be found from the map. The village was initially past tense developed. Passive voice past tense was initially developed the northern side of the Sunnydale railway station 19. The next, the village was grown up around station 1886 to 1932. In the years 1973, it was extended that both south east and south west sides of the railway station. അപ്പൊ എന്തുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് മാപ്പിന്റെ അകത്ത്? ആ സാധനം കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് പറയണം. The latest development was held in 1974, which was covered vast area. പുതിയ ഒരു ബിൽഡിംഗ് ഒരു പൊങ്ങി വന്നു. The latest development was held in 1970, covered in the area north of the area. A park and a golf course were built in the center of the position. The park would golf course. By the time in 1995, the railway was founded. The highway was constructed in 1970. There were 2 main roads, where one is running from the south to north, other one is north to west, east of the village. Overall, it is called every map was village was well communicated by roads and highway and the railway system. Okay. നമ്മൾ എന്തിനാ എക്സസൈസ് ചെയ്തതെന്ന് അറിയാവോ? കാരണം നോക്കുക, നമ്മുടെ ആദ്യത്തെ ലൈൻ ഗ്രാഫിൽ നിങ്ങൾ എഴുതിയത് ആ 10 പോയിന്റ് ചെയ്തിട്ടില്ലേ? ആ 10 പോയിന്റ് എടുത്തു നോക്കിയേ. എന്നിട്ട് ഇതിന്റെ അകത്ത്, ഇതാണ് അതിന്റെ ആൻസർ, ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന എത്ര വാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് നോക്കുക. അതിന്റെ അകത്ത് നിങ്ങൾ ഭയങ്കര സിമ്പിൾ സെന്റൻസിലാണ് ആ പോയിന്റ് എഴുതിയെങ്കിൽ ഏറ്റവും വലിയ തെറ്റാണത്. കാരണം നമുക്കിവിടെ ഉപയോഗിക്കേണ്ട വാക്കുകൾ വെച്ചാണ് നമ്മൾ പോയിന്റ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? അതായത് സ്റ്റീപ്പ് ഡിക്ലൈൻ ഹിറ്റിംഗ് ബോട്ടം അബൌട്ട് 180 ബില്യൺ എഴുതിയിട്ടുണ്ടോ? എങ്കിൽ കറക്റ്റ് ആണ്. സ്റ്റെബിലൈസ്ഡ് അറ്റ് അപ്രോക്സിമേറ്റ്ലി 300 ബില്യൺ എഴുതിയിട്ടുണ്ടോ? എങ്കിൽ കറക്റ്റ് ആണത്. ജനുവരി സ്റ്റാർട്ട് ഫ്രം ബാരൽ റോസ് ഗ്രാജുവലി അപ് ടു ഫെബ്രുവരി എഴുതിയിട്ടുണ്ടോ? എങ്കിൽ കറക്റ്റ് ആണ്. അതല്ലെങ്കിൽ അത് തെറ്റാണ്. കാരണം ഈ 5 മിനിറ്റ് നമുക്ക് കിട്ടുന്നത് ഈ വൊക്കാബുലറി കണ്ടുപിടിക്കാൻ കൂടിയാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെ നമുക്ക് തെറ്റണെന്ന് മനസ്സിലായില്ലേ? എന്താ നോക്കുക, നമുക്കപ്പോ 5 മിനിറ്റ് തന്നത് ഈ ഐഡിയ മാത്രം പുറത്തുകൊണ്ടുവരാനില്ല. രണ്ടാമത്തേന്ന് പറയുമ്പോ ടേബിൾ ചാർട്ട് ഉണ്ട്. ടേബിൾ ചാർട്ടിന്റെ അകത്ത് നോക്കുമ്പോ എസ്റ്റാബ്ലിഷ്ഡ്, വാസ് എസ്റ്റാബ്ലിഷ്ഡ്, ആ വാക്ക് നമ്മൾ എഴുതിയായിരുന്നോ? ലേറ്റസ്റ്റ് വൺ കൺസ്ട്രക്ടർ അത് എഴുതിയായിരുന്നോ? അതാണ് അതിന്റെ പോയിന്റ് കേട്ടോ. സ്മോളസ്റ്റ് വൺ 42 കിലോമീറ്റേഴ്സ് അങ്ങനെ എഴുതിയായിരുന്നോ? ലാർജസ്റ്റ് നമ്പർ ഓഫ് ദ പാസഞ്ചർ പെർ ഇയർ അത് എഴുതിയായിരുന്നോ? സിംഗപ്പൂർ സ്മോളസ്റ്റ് വൺ അത് എഴുതിയായിരുന്നോ? സോ ഇതിന്റെ അകത്ത് നമ്മൾ എത്ര ഇത് കണ്ടുപിടിച്ചു, എത്ര നമുക്ക് പോയിന്റ് അതിൻ്റെ അകത്ത് കിട്ടി എന്നതിനേക്കാളും കൂടുതലായിട്ട് എത്ര വൊക്കാബുലറി നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇമ്പോർട്ടന്റ്. അല്ലാണ്ട്
ഞാനിപ്പോ മലയാളത്തിൽ വായിച്ചത് അങ്ങനെ തന്നെ ആണ് നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ എഴുതണമെങ്കിൽ ഏറ്റവും വലിയ തെറ്റാ. കാരണം പിന്നെ നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇല്ല അതിനെ ആലോചിക്കാനായിട്ട്. സോ വി ഹാവ് ടു ബി ലേൺ ദിസ് ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഗ്രാഫിന്റെ വായിച്ചു, രണ്ടാമത്തെ ഗ്രാഫിന്റെ വായിച്ചു, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വൊക്കാബുലറി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് പൈ ചാർട്ടിനെ നോക്കാം. ഓക്കെ, ഇതാണ് പൈ ചാർട്ടിന്റെ വൊക്കാബുലറി. പൈ ചാർട്ടിന്റെ വൊക്കാബുലറിക്കകത്ത് നമ്മള് പെർസെന്റേജ് ഗെയിം ആണ് പൈ ചാർട്ടിൽ കംപ്ലീറ്റ് വന്നത്, ഫോളോഡ് ബൈ വീഡിയോ ഗെയിംസ്. പിന്നെ ഹൈയസ്റ്റ് എക്സ്പെൻഡിച്ചർ എ മാക്സിമം whereas the least amount of money spent by Liverpool High School which was represented only 88%. അപ്പൊ ഈ സെന്റൻസിലേക്ക് നമ്മൾ ആദ്യം പിടിച്ച് നോക്കാതെ ഈ ഒക്കാബുലറി നമ്മൾ എഴുതിട്ടോ നോക്കുക. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പൈ ചാർട്ട് ഉപയോഗിക്കാൻ നമ്മൾ ഇത്രയും ടൈപ്പ് ഒക്കാബുലറീസ് മാക്സിമം ഉപയോഗിക്കുള്ളൂ. സോ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒക്കാബുലറി എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അതാത് ഗ്രാഫിന്റെയും അതാത് എസ്സേയുടെയും വൊക്കാബുലറി അപ്പൊ എഴുതി പഠിക്കുക. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? നമ്മള് ഒരു ദിവസം ഒരു ചാർട്ട് ഇരുന്നിട്ട് ഒരു ഗ്രാഫ് എടുത്തിട്ട് ആ ഗ്രാഫിന്റെ അകത്തുള്ള ആ വൊക്കാബുലറീസ് നമ്മൾ എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്യുമ്പോൾ ആ വൊക്കാബുലറി അകത്ത് ഉപയോഗിക്കാൻ പഠിക്കുക. കാരണം ഇതാണ് എല്ലാവർക്കും തെറ്റ് പറഞ്ഞ ആ തെറ്റ് എന്ത് പറ്റി എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത്. എല്ലാവരും പറയും, ഓ നിങ്ങൾ പോയി പ്ലാൻ ചെയ്യണം, പ്ലാൻ ദ എസ്സേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ 100% പറയാം, ഈ വൊക്കാബുലറി എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോ നമുക്ക് അവിടെ തെറ്റ് പറ്റിയപ്പോ നമ്മൾ തെറ്റ് മനസ്സിലായി. ആ തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്ത് ഇപ്പൊ. സോ വി നോ ദാറ്റ് നമ്മുടെ വീക്ക് പോയിന്റ് ഇപ്പൊ മനസ്സിലായി. സോ അടുത്ത പ്രാവശ്യം നമ്മൾ എസ്സേ പ്ലാൻ ചെയ്യുമ്പോൾ വി ഹാവ് ടു റൈറ്റ് ദാറ്റ് വൊക്കാബുലറി. കാരണം ഈ ഒരു സെന്റൻസിന്റെ അകത്ത് ഇനീഷ്യലി ഡെവലപ്പ് ആ ഒരു വാക്ക് നമ്മുടെ പ്ലാനിങ് സ്റ്റേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോർമൽ സെന്റൻസാ. കണ്ടോ? വാസ് ഗ്രോൺ അപ്പ് നോർമൽ സെന്റൻസ് ബാക്കി വന്നിട്ടുണ്ടെല്ലാം. ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് അപ്പോ എഴുതുക എക്സ്റ്റെൻഡഡ് ബോത്ത് നോർത്ത് സൗത്ത്. അത് എഴുതാൻ പഠിക്കുക നമ്മുടെ പ്ലാനിങ്ങില്. അപ്പൊ നമ്മുടെ പ്ലാനിങ്ങില് ആ വൊക്കാബുലറി വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാ. നമുക്ക് 20 മിനിറ്റ് എന്നുള്ള എസ്സേ നമുക്ക് 15 മിനിറ്റ് കൊണ്ട് എഴുതി കളയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 മിനിറ്റ് എടുത്ത് ഒന്നും കൂടെ ഗ്രാമർ ചെക്ക് ചെയ്യാൻ പറ്റും. സോ പ്ലാനിങ് ഈസ് നോട്ട് സംതിങ് നമുക്ക് അറിയാവുന്ന ഭാഷയിൽ എഴുതി വെക്കുമെന്നല്ല. അതായത് ഞാനിപ്പോ മലയാളത്തിൽ വായിച്ച കണക്ക് തന്നെയാണ് നിങ്ങൾ വായിച്ചതെന്ന് എനിക്കറിയാം. നിങ്ങളല്ല, എല്ലാവരും അങ്ങനെ വായിക്കുള്ളൂ. ആരുടെയും കുറ്റം പറയുന്നല്ല കേട്ടോ. കാരണം ഇങ്ങനെ എല്ലാവരും വായിക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ വായിച്ചിട്ട് വാട്ട് ഐ ആം സപ്പോസ് ടു പ്ലാൻ, അതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ്. സോ ഐ ഹാവ് ടു പ്ലാൻ ദിസ് വൺ, ദി വൊക്കാബുലറി പ്ലാനിങ്. വൊക്കാബുലറി പ്ലാനിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു സെന്റൻസിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ ടൈപ്പ് എസ്സേക്കും ഓരോ ടൈപ്പ് വൊക്കാബുലറി ആണ്. അപ്പോ ഞാൻ ഇപ്പൊ തന്നെ ഈ എസ്സേ എല്ലാം കൂടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഇപ്പൊ തന്നെ ഇരുന്നിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ, 10 മണി ആയുള്ളൂ, അരമണിക്കൂറും കൂടെ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുക. അനങ്ങണ്ട, ഞാൻ ഓഫ് ചെയ്യാണ്. ഡോൺ വറി. പക്ഷെ അതുപോലെ ഇരുന്ന് കപ്പിൾ ഓഫ് ടൈംസ് വായിച്ചിട്ട് നമുക്ക് നാളത്തേക്ക് വേണ്ടി പഠിക്കേണ്ട വൊക്കാബുലറി ഉണ്ടാക്കിയിട്ട് അവിടെ എനിക്ക് പോയാൽ മതി. നാളെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസം വേണ്ട വൊക്കാബുലറി 3 പേജിൽ എഴുതി വെച്ചിട്ട് അവിടെ എഴുന്നേക്കുക കേട്ടോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യണം. ഞാൻ ഇപ്പൊ തന്നെ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം നാളെ ഇരിക്കുമ്പോ നമുക്ക് വേറെ പഠിക്കാം കേട്ടോ. നീ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ട് സാറേ. സാറ് കഴിഞ്ഞ ദിവസം എസ്സേ അപ്ലോഡ് ചെയ്തതിനകത്ത് പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ വരുന്നത് ഫേസ്ബുക്കിനകത്ത് അല്ലേ?
അത് പുറകെ ആദ്യം വരുന്നത് അവസാനമാ വരുന്നത്. കുറച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും ചേച്ചി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കട കിടക്കുന്നത്. നാളത്തെ എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പോ സാറിനൊരു ഷോക്ക്. നാളെ എക്സാം ബുക്ക് ചെയ്ത കാര്യം അതൊരു ഷോക്കായി പോയല്ലോ അത്. സാരമില്ല സാർ. നമുക്ക് നാളെ എന്താ ചെയ്യാം? നാളെ നിങ്ങൾ രണ്ടുപേർക്ക് ഓഫ് അല്ലേ? ഓക്കെ, നാളെ നമുക്ക് രാത്രി ഇരുന്നിട്ട് നമുക്ക് ഇച്ചിരി നേരത്തെ ഇരിക്കാം. നാളെ നമുക്ക് ആ സെന്റൻസിന്റെ പാറ്റേണുകൾ ഒന്നുകൂടെ കടന്നു പോകാം കേട്ടോ. ഓക്കെ, നമുക്കപ്പോ ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പൊ ഞാൻ നല്ലോണം റിഫ്രഷ് ചെയ്ത് തരാം. അപ്പൊ ഇന്ന് ഇരുന്നിട്ട് ഈ ഇത്ര എസ്സേയുടെ ഈ ഒക്കാബിലിറ്റി പഠിച്ചു വെക്കുക. ഞാൻ അതിനകത്ത് വേറെ കുറച്ച് 2-3 ബുക്കുകളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചും കൂടെ നോക്കുക, വായിക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ. ഞാനിപ്പോ ഇരുന്നൊരു പണി, ഞാനിപ്പോ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഇരുന്നിട്ട് ഞാൻ കുറച്ച് റീഡിങ് ഞാൻ അപ്ലോഡ് ചെയ്യാം വിത്ത് ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ ആ ട്രൂ ഓർ ഫാൾസിന്റെ വീഡിയോ, ട്രൂ ആൻഡ് ഫോൾസ് മാത്രമുള്ള കുറെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അതൊരു എളുപ്പമായിരിക്കും. ഞാനപ്പോ ഇപ്പൊ തന്നെ ഒരു റീഡിങ്ങിന്റെ ഒരു 3 ബുക്കിംഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം അതിന്റെ അകത്തേക്ക്. പിന്നെ അപ്പൊ അതും ഇന്നിരുന്ന് ചെയ്യുക മാക്സിമം. ഇന്ന് നാളെ ഇരുന്ന സംഭവം ചെയ്യുക. പിന്നെ നമുക്ക് നാളെ രാത്രി ഇരുന്നിട്ട് അതിന്റെ ബേസിക് ഫോർമാറ്റുള്ള ഞാൻ ആദ്യം മുതലേ നമുക്ക് എല്ലാ സെന്റൻസും ഒന്നുകൂടെ നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അനിത ബുക്ക് ചെയ്തിട്ടുണ്ടോ സിമി? ഇല്ല, അനിത ബുക്ക് ചെയ്തിട്ടില്ല. അനിത ഇപ്പൊ എന്റെ അടുത്ത് പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് നാളെ റിഫ്രഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ ആ ഫേസ്ബുക്കിന്റെ പേജിൽ പോയിട്ട് ബാക്കിയെല്ലാം നോക്കി ഞാനിപ്പോ റീഡിങ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതും ഇടുന്ന സാറേ? ഇതിപ്പോ തന്നെ ഇട്ടേക്കാം, ഞാനിപ്പോ തന്നെ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ നാളെ ഒരു പണി, നമുക്ക് നാളെ ഒരു 8:15 ആകുമ്പോ സ്റ്റാർട്ട് ചെയ്താലോ? സിനി നാളെ ഉണ്ടാവില്ല സിനി? അപ്പൊ ഞാൻ വിളിക്കാം. അപ്പൊ സെറിനും പോരെ കേട്ടോ. അപ്പൊ നമുക്ക് നാളെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് താമസിച്ച് എന്ത് ചെയ്യാലും കുഴപ്പമില്ല. നമുക്കപ്പൊ കുറെ സെന്റൻസിന്റെ അകത്തോടെ നമുക്ക് കടന്നു പോവാം. നാളെ നമുക്ക് ഫോക്കസ്, ഇന്ന് പഠിച്ചു വെക്കാനുള്ള ഒക്കാബിലിറ്റി ഇന്ന് പഠിച്ചു വെക്കുക. നാളെ നമ്മൾ ഒരേ ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ പോകാം, മെയിൻ ആയിട്ട് സെന്റൻസുകൾ മാത്രം. ഓക്കെ, നമുക്ക് നാളെ കാണാം കേട്ടോ. പഠിച്ചോ, ഞാൻ ഇപ്പൊ വിട്ടേക്കാം. താങ്ക് യു സാർ. താങ്ക് യു.